സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ അറിയിക്കാൻ വന്നിരിക്കുന്നത് ഒരു ഡോക്ടറെ പറ്റി പറയാനായിട്ടാണ്. എന്താണ് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെ ഏതാണ് ഡോക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു പോസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: സ്ത്രീകൾ വളരെ നിസ്സാരമായി എൻജോയ് ചെയ്തിരുന്ന പ്രസവത്തെ ആശുപത്രികൾ വന്ന് കോംപ്ലിക്കേറ്റഡ് ആക്കി. അതായത് എൻജോയ് ചെയ്ത് പ്രസവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളെ അത് ആശുപത്രികൾ വന്നപ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അവരെല്ലാവരും വലിയ അത് കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടറായിട്ടുള്ള അഖിൽ കോട്ടത്തല അല്ലെങ്കിൽ അഖിൽ മാരാർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അഖിൽ മാരാർ പറയുന്നത് സുഖകരമായിട്ട് പ്രസവിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾ. അഖിൽ മാരാരെ, നീ കണ്ടിട്ടുള്ള സുഖകരമായിട്ട് പ്രസവിക്കുന്ന ഏത് സ്ത്രീയാണ് പറയാനുള്ളത്? അല്ലെ, നീ ഏത് സ്ത്രീയാണ് കണ്ടിട്ടുള്ളത്? വെറുതെ ഒരു മുട്ടയിട്ടിട്ട് അതിന് അടയിട്ട് വിരിയുന്നതാണ്. ഒരു മുട്ട ഇടണമെങ്കിൽ തന്നെ അതിൻ്റെ അത്രമാത്രം വേദന അത് സഹിക്കണം, അല്ലേ? ഒരു സ്ത്രീ ഒരു അമ്മയാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു അമ്മ പ്രസവിക്കുന്നത്, തൻ്റെ കുഞ്ഞിന് ജന്മം നൽകുന്നത് എത്രയോ മാസങ്ങളുടെ, എത്രയോ ദിവസങ്ങളുടെ, എത്രയോ നിമിഷങ്ങളുടെ ഒക്കെ ഒരു എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ്. 10 മാസം ഒരു മകനെ അല്ലൊരു കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടന്ന് പിന്നീട് അതിന് ജീവൻ നൽകുമ്പോൾ, അല്ലെ ജന്മം നൽകുമ്പോൾ അവരനുഭവിക്കുന്ന വേദനകളും ദുരിതങ്ങളും അവരുടെയൊക്കെ ബുദ്ധിമുട്ടുകളും ഒക്കെ അതൊന്നും മനസ്സിലാക്കാതെ അഖിൽമാരാറിനെ, എനിക്ക് തോന്നുന്നു അഖിൽമാരാറിനെ എവിടെ നിന്നോ ഇങ്ങനെ ഈ മഴയിൽ എന്തോ മുളച്ചു വന്ന, അല്ലെ അങ്ങനെ എന്തോ പൊട്ടി വീണ എന്തോ ഒരു സാധനത്തിൽ കൂടി ഉണ്ടായതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അഖിൽമാരാർ ഈ രീതിയിൽ പറയുന്നത്. സംഘിപുത്രന്മാരുടെ, അല്ലെ സംഘികളോടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ തലയിൽ, ശരിക്കും പറഞ്ഞാൽ തലയിൽ തലച്ചോറിന് പകരം ചാണകച്ചോറാണല്ലോ ഇരിക്കുന്നത്, അല്ലെ ചാണകമാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ലാതെ ആയി പോകുന്നതിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എത്രമാത്രമേ അവരുടെ ജീവിതത്തിലെ ഏറ്റവും, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ആ സമയങ്ങളിൽ. അതായത് അവർ അത്രയും വലിയ വേദനയും സഹിച്ചുകൊണ്ടാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ അവരുടെ ആ വേദനയെ മാനിക്കാതെ, അല്ലെ അവർ ചെയ്യുന്നൊരു കാര്യം വളരെ സിമ്പിളാണ്, ഒന്നുമില്ല, അത് ഈ സോഷ്യൽ മീഡിയകളിൽ കൂടി പ്രഹസനം കാണിക്കുകയാണ്, ആശുപത്രികൾ വന്നിട്ട് വലിയ രീതിയിൽ ഇങ്ങനെ മെഴുകുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഈ അഖിൽമാരാറിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് നിങ്ങളും ചിന്തിക്കണം. അതായത് സമൂഹത്തിന് വേണ്ടി ഒരു രീതിയിലും സമൂഹത്തിന് ഉതകുന്ന ഒരു കാര്യങ്ങളും സംഭാവന ചെയ്യാത്ത ഇങ്ങനെ വൃത്തികെട്ട ചിന്താഗതിയുള്ള ഒരു അഖിൽമാരാര്, നാണമില്ലടാ അഖിൽമാരാര് എന്നാ എനിക്ക് ചോദിക്കാനുള്ളൂ. വലിയ ഡോക്ടർ കളിച്ച് വന്നിരുന്നുകൊണ്ട് മെഴുകിയ ഒരു കാര്യമാണ്. വലിയ രീതിയിൽ അത് ഒരുപാട് ആളുകൾ എടുത്തിട്ട് കമന്റ് ഇട്ടുകൊണ്ട് അലക്കുന്നുണ്ട്, അല്ലെങ്കിൽ വലിയ രീതിയിൽ അത് വിവാദപരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം അതിനെതിരെ ഒരുപാട് ഡോക്ടേഴ്സിൻ്റെയും പല കാര്യങ്ങളും വീഡിയോസൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കമന്റ്, കുറേ കമന്റുകളുണ്ട്. ഞാൻ അതിലൊരു കമന്റ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അതൊക്കെ പണ്ടത്തെ പെണ്ണുങ്ങൾ വണ്ടർലായിൽ പോയി എൻജോയ് ചെയ്തായിരുന്നു പ്രസവിക്കുന്നത്. താങ്കളുടെ വൈഫ് എന്തിന് ഹോസ്പിറ്റലിൽ പോയി മരവാഴേ? ഇവൻ ശരിക്കും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണോ? BJPയിൽ എത്ര വിവരമുള്ളവൻ പോയാലും ഇതായിരിക്കും അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകളുണ്ട് കേട്ടോ. ഇയാളെ ഒന്ന് എൻജോയ് ചെയ്യിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പല കമന്റുകളുണ്ട്. ആഹാ, വൈഫ് തുള്ളിച്ചാടിയാണോ ലേബർ റൂമിൽ പോയത്? അതുപോലെ ഡെലിവറി കഴിഞ്ഞ് എണീറ്റ് വന്ന് ഡാൻസ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കമന്റ് ഉണ്ട്. ഈ കമന്റുകളിലൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലെല്ലാം കമന്റ് ഇട്ടിരിക്കുന്നത് സ്ത്രീകളാണ്. അതായത് പ്രസവവേദന എന്താണെന്ന് മനസ്സിലായിട്ടുള്ള, ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നതിനെ പറ്റി പൂർണ്ണമായിട്ടുള്ള ബോധ്യമുള്ള എല്ലാ സ്ത്രീകളും അതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇതൊന്നും അറിയാതെ എന്തിനാ അഖിൽമാരാരെ ഈ രീതിയിലുള്ള പരാമർശമായിട്ടൊക്കെ പോകുന്നത്? നിനക്ക് വല്ല പണിയും ചെയ്തുകൊണ്ട് ആ സംഘികൾ തരുന്ന എന്തെങ്കിലും വാരി തിന്നുകൊണ്ട് വീട്ടിലിരുന്നാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ മെഴുകാനായിട്ട് ഇങ്ങനെ രംഗത്തേക്ക് വരുന്നത്? എന്തിനാണ് ഈ വിടുവായത്തരം വിളിച്ച് പറയാനായിട്ട് രംഗത്തേക്ക് വരുന്നത്? പ്രസവ വേദനയെ പറ്റി പറയാനായിട്ട് എനിക്കും അറിയില്ല, നിനക്കും അറിയില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കും അറിയില്ല. അത് അറിയണമെന്നുണ്ടെങ്കിൽ അനുഭവിച്ചറിയണം, അല്ലേ? എല്ലാ കാര്യങ്ങളും നമ്മൾ അനുഭവിച്ചറിയണം. സ്നേഹം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടിയാലേ നമുക്കറിയുള്ളൂ എന്താണ് സ്നേഹം എന്നുള്ളത്. അതേ സ്നേഹം തന്നെ ഇല്ലാതായി കഴിഞ്ഞാലോ? അതും നമ്മൾ അനുഭവിച്ചാലേ നമുക്കറിയുള്ളൂ എത്രത്തോളം വേദന ഉണ്ടാവും എന്നുള്ളത്. അത് ഇപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരാളുടെ ഒരു അവസ്ഥ, എല്ലാം സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ പറയുകയാണ്, എടാ എനിക്ക് ബ്രേക്കപ്പ്, എനിക്ക് ഭയങ്കര വിഷമമാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആ സക്സസ് ആയി പോകുന്ന ഒരാളുടെ അടുത്ത് നമ്മളിത് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? കുറച്ച് മോട്ടിവേഷൻസ് കിട്ടും, കുറച്ച് കാര്യങ്ങൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദന അയാളത് മനസ്സിലാക്കുന്നില്ല, കാരണം അയാൾക്കത് കിട്ടിയിട്ടില്ല. എന്നാൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരാളിന് അയാൾക്കറിയാം അയാളുടെ ഉള്ളിൽ എത്രത്തോളം വിഷമമുണ്ടെന്നുള്ളത്. ഇതൊരു ചെറിയൊരു എക്സാമ്പിളാണ്. ഇതുപോലെ എത്ര കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ അനുഭവിച്ചറിയുന്നതിൻ്റെയും അല്ലാതെ കേട്ടറിയുന്നതിൻ്റെയും വ്യത്യാസങ്ങളുണ്ട്. കേട്ടറിയുന്നതിന് ഒരു വ്യത്യാസമുണ്ട്, അനുഭവിച്ചറിയുന്നത് വേറൊരു വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഓരോ വ്യത്യാസമുണ്ട്. അറിയില്ല എന്നുണ്ടെങ്കിൽ മിണ്ടാതെ വായും പൂട്ടിയൊരു സൈഡിൽ മിണ്ടാതിരിക്കുക. സ്വന്തം പെണ്ണുമ്പിള്ളയുണ്ടല്ലോ, അല്ലെ അമ്മയുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ അമ്മൂമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കണം എന്താണ് പ്രസവ വേദന എന്നുള്ളത്. ഇതറിയാതെ ഇങ്ങനെ വായ്ത്താളം വിടാനായിട്ട് വന്നിരിക്കുന്ന അഖിൽമാരാറിൻ്റെ വീഡിയോ, ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. വീഡിയോ കണ്ടിട്ട് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. അതിനൊരു ഡോക്ടർ കൊടുക്കുന്ന ഒരു മറുപടിയും കൂടി ഉണ്ട്, അതുകൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു തരാം. ആദ്യം വീഡിയോയിലേക്ക് പോകാം. പ്രസവം എന്ന് പറയുന്നത് ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ, പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം, ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടോ വെച്ചു.
അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഒരു കാലത്ത് സ്ത്രീ ഈ അഖിൽമാരാറിന്റെ അമ്മയെ പറ്റിയാണെന്ന് തോന്നുന്നു അഖിൽമാരാർ ഈ രീതിയിൽ പറയുന്നത് കേട്ടോ. അതായത് ഒരു കാലത്ത് വലിയ എൻജോയ് ചെയ്തുകൊണ്ട് എല്ലാവരും പ്രസവിച്ചുകൊണ്ടിരുന്നിടത്ത് ഇന്നിപ്പോൾ വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. അഖിൽമാരാർ ശരിക്കും ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. നമ്മുടെയൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കാലങ്ങൾക്ക് മുൻപ് അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും അതിനേക്കാളൊക്കെ മുൻപുള്ള കാലഘട്ടങ്ങളിൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാലഘട്ടങ്ങളിൽ അവരൊക്കെ എത്ര കുഞ്ഞുങ്ങളെയായിരുന്നു പ്രസവിച്ചുകൊണ്ടിരുന്നത്, അല്ലെ എത്ര കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ടിരുന്നത്? 5ഉം 6ഉം കുഞ്ഞുങ്ങളൊക്കെ ഒരു വീട്ടിൽ കാണും അല്ലേ. ഇന്നിപ്പോൾ ഓരോ വീടുകളിലും 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉള്ളൂ. സംഭവം ഈ സംഘീപുത്രൻ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം മാത്രമാണ്. അവരൊക്കെ അന്നത്തെ ഒരു സൗകര്യങ്ങൾ അനുസരിച്ചിട്ടാണ് അവരൊക്കെ പ്രസവിച്ചുകൊണ്ടിരുന്നത്. അല്ലെ അങ്ങനെയൊക്കെ അവർ അടുപ്പിച്ച് പ്രസവം ഉണ്ടാവുന്നു, അല്ലെ ഒരു വീട്ടിൽ 4-5 കുഞ്ഞുണ്ടാവുന്നു, അന്നൊന്നും ഇല്ലാത്തൊരു കോംപ്ലിക്കേഷൻ ഇന്നുണ്ടാവുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ആൾ ഉദ്ദേശിച്ചത്. പക്ഷേ പറയേണ്ട രീതി എങ്ങനെ എവിടെ പറയണം എന്നുള്ള അറിയാത്തത് കൊണ്ട് അഖിൽമാരാറിന് പറ്റിയൊരു അബദ്ധമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഞാൻ ചിന്തിച്ച രീതിയിലാണ് അഖിൽമാരാർ ചിന്തിച്ചതെങ്കിൽ അയാൾക്ക് വാക്കുകളിൽ വന്നൊരു പിശകായിരിക്കാം. പക്ഷേ ഒരു സംഘീപുത്രനായതുകൊണ്ട് ഇത് വാക്കുകളിൽ വന്നൊരു പിശകാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോ എന്തോ പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും BJP-യിലേക്ക് പോകില്ല, ഒരിക്കലും ചാണകത്തിൽ വീഴില്ല എന്ന് പറഞ്ഞൊരു അഖിൽമാരാർ, കോൺഗ്രസിനോട് വലിയ രീതിയിൽ ഒരു നീതി പുലർത്തിയിരുന്ന ഒരു അഖിൽമാരാർ ഇന്നിപ്പോൾ സംഘികളോടൊപ്പമാണ്. വലിയ നിലപാടുകളുടെ രാജകുമാരനാണെന്നൊക്കെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇവനെ പറ്റി. അതായത് ബിഗ് ബോസിൽ വന്നിട്ട് ബിഗ് ബോസിനെതിരെ വലിയ വീഡിയോസ് ഒക്കെ ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചത് വലിയ വ്യക്തിത്വവും നിലവാരമൊക്കെ ഉള്ളവനാണെന്നാണ്. എന്നാൽ പിന്നീട് അങ്ങോട്ട് പോകെ എനിക്ക് മനസ്സിലായി പറയുന്ന വാക്കിന് ഒരു വിലയുമില്ലാത്ത ഡബിൾ ഫാദർ സിൻഡ്രം കാണിക്കുന്ന ഒരുത്തനാണെന്നുള്ളത്. ഇത് ഈ സംഘികൾക്കേ സാധിക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ അഖിൽമാരാർ മെഴുകിയതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതിനൊരു ഡോക്ടർ ഒരു വീഡിയോ ആയിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് ആ വീഡിയോ കാണിച്ചു തരാം. ആ സ്ത്രീ അവിടെ പ്രസവിച്ചിട്ട് പോയിരുന്നു ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതോടുകൂടി ആദ്യ കയറി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് എന്തോ മാരക രോഗമാണെന്ന് ഒരു പെൺകുട്ടിയുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് ഇതിനെ ഇങ്ങനെ പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി വെക്കും. പണ്ടത്തെ ആളുകളില് നമ്മൾ വാക്സിൻ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, പിന്നെ പല രോഗങ്ങൾ ചികിത്സിച്ചിട്ടില്ല. പിന്നെ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരുമ്പോ പണ്ട് ആൾക്കാരെ പായൽ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി അയച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പണ്ടത്തെ ആളുകള് എന്താ പറയാ, ഏട്ടന്റെ തറവാട്ടില് ഇത്രയും ഭീകരികളായ സ്ത്രീകളുണ്ട്. പ്രസവിച്ചിട്ട് പോയിട്ട് നെല്ല് കുത്തുന്നു. ഈ പണ്ട് വെറുതെ അല്ല ഭാര്യയിൽ ജയറാം പറഞ്ഞ പോലെ കപ്ലങ്ങ കുത്തുന്ന പോലെ പ്ലക്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഉള്ളൂ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ ഹൈലി ഇൻസെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടുള്ള നിങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. പിന്നെ ഇതൊക്കെ പറയുന്നത് ഗൈനക്കോളജിസ്റ്റുകളാണ്. പ്രസവത്തിന്റെ കോംപ്ലിക്കേഷൻസ് ഓരോ സ്ത്രീകൾക്കും വേറെ വേറെ രീതിയിലാണ്. ആസ് എ സൈക്കോളജിസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. പ്രസവം കഴിഞ്ഞാൽ പല സ്ത്രീകൾക്കും പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം ബ്ലൂ, അത് അഖിൽമാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇല്ലാത്തൊരു സാധനമായിരിക്കും. പക്ഷെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു വിഭാഗം, ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. മാരാര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. താങ്കളെക്കാളും ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അതിൽ പല കാര്യങ്ങളും പറയട്ടെ. ഒരു പ്രസവം കഴിഞ്ഞ് സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസിനെ കുറിച്ച് പോലും പറയാൻ അറിയാത്ത സ്ത്രീകളെ ഒരു സ്വന്തം ഷോ, ഒരു വേറെ ഷോയിൽ ഭാര്യയെ പോലും റെസ്പെക്ട് ചെയ്യാത്ത ഒരാളായ നിങ്ങൾക്ക് എങ്ങനെ ജനങ്ങൾ വിശ്വസിച്ച് വോട്ട് ചെയ്യും? കാരണം നാളെ നിങ്ങൾ പറയും, ഒരു കുഞ്ഞിനെ റേപ്പ് ചെയ്താലും നിങ്ങൾ ചിലപ്പോൾ പറയും ആ കുഞ്ഞ് എക്സ്പോസ് ചെയ്തുകൊണ്ടാണ്. ഒരു സ്ത്രീ പ്രസവ വാർഡിൽ മരിച്ച നിങ്ങൾ പറയും, ഓ പ്രസവം എന്താ സില്ലി ആയിട്ടുള്ളൊരു പരിപാടിയല്ലേ, ഇവരെന്താ ശ്രദ്ധിക്കാത്തത് നിങ്ങൾ പറയും. നിങ്ങളോട് എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. നിങ്ങൾക്ക് സംസാരിക്കുന്നതിന് മുമ്പ് കുറച്ചു നേരം ഫിൽട്ടർ ചെയ്ത് സംസാരിച്ച എന്താണ് കുഴപ്പം? അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തിനാണ് മനുഷ്യാഭിപ്രായം പറയുന്നത്? ഡോക്ടർ ഗായത്രി മേനോൻ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, ഡോക്ടർ ഗായത്രീസ് വെൽനസ് സ്പേസ്. കണ്ടില്ലേ, ഡോക്ടർ ഗായത്രി മേനോനാണ് ഈ ഒരു മറുപടിയുമായിട്ട് രംഗത്തേക്ക് വന്നിരിക്കുന്നത്. അറിയാത്ത കാര്യം മിണ്ടാതെ വായും പൂട്ടി ഇരുന്നാൽ പോരെ, എന്തിനാണ് മെഴുകാൻ വരുന്നതെന്നാണ് ഗായത്രി ഡോക്ടർ ചോദിക്കുന്നത്. പുള്ളിക്കാരി പറഞ്ഞതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. പല ആളുകളും അനുഭവിക്കുന്നതായിട്ടുള്ള പല ആളുകളുടെ വേദന തന്നെയാണ് ആ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അഖിൽമാരാർ വന്ന് കിടന്ന് മെഴുകിയത് ഇപ്പോൾ പ്രസവിച്ച് കഴിഞ്ഞിട്ട് 2-3 കുഞ്ഞുങ്ങളെയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നെല്ല് കുത്താൻ പോകുന്ന എൻ്റെ അമ്മ എന്നൊക്കെയുള്ള രീതിയിലാണ് അഖിൽമാരാർ പറയുന്നത്. നിൻ്റെ വീട്ടിൽ അങ്ങനെ ആയിരിക്കാം, നിൻ്റെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കാം. കാലം മാറി മോനെ, കാലം മാറി, ആളുകൾ മാറി. ഇന്നത്തെ നമ്മുടെ എല്ലാ ആഹാര സംവിധാനങ്ങൾ, ആഹാര രീതികൾ മാറി. പലരുടെയും ബോഡി പല രീതിയിൽ റിയാക്ട് ചെയ്യുന്നു, പല രീതിയിലുള്ള വാക്സിൻസ് എടുക്കുന്നു, പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാവാതെ
90s അല്ലെ 80s ജനിച്ചിട്ട് അങ്ങ് 60കളിലെ ചിന്താഗതികളുമായിട്ടൊക്കെ ഇരിക്കുന്ന അഖിൽമാരാറിൻ്റെയൊക്കെ അവസ്ഥ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാനില്ല. അഖിൽമാരാർ പറഞ്ഞ മണ്ടത്തരം സ്വന്തം പെണ്ണുമ്പിള്ളയോടും അമ്മയോടും ചോദിച്ചിട്ടൊക്കെ ഈ രീതിയിലുള്ള മറുപടി ചെയ്യണം. സ്വന്തം പെണ്ണുമ്പിള്ളയെ കളിയാക്കിയിട്ടുള്ള അല്ലെങ്കിൽ സ്വന്തം പെണ്ണുമ്പിള്ളയെ ഒരു ചാനൽ ഷോയിൽ വെച്ചിട്ട് മോശമായിട്ട് പരാമർശിച്ചിട്ടുള്ള അഖിൽമാരാറിന് മറ്റുള്ള സ്ത്രീകളോടും ബഹുമാനം കാണില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ബഹുമാനം കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ കൊടുക്കണം. ഒരു സ്ത്രീയുടെ അവരുടെ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വേദന അനുഭവിക്കുന്ന ഒരുപാട് നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങളിൽ നമുക്ക് അവരോടൊപ്പം നിൽക്കാൻ സാധിക്കുന്നില്ലെങ്കിലും അവഹേളിക്കാതിരുന്നൂടെ? വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുതെന്നൊരു വാക്കുണ്ട്. അതെങ്കിലും ചെയ്തൂടെ? ഒരു സ്വല്പം അല്ലെ ലേശ ഉളുപ്പെങ്കിലും കാണിച്ചൂടെ അഖിൽമാരാരെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. ഇങ്ങനെയുള്ള മണ്ടന്മാരുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മുടെ സംഘിപുത്രന്മാരായിട്ടുള്ള അല്ലെങ്കിൽ BJP RSS ഇവരൊക്കെ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടല്ല നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അഖിൽമാരാറിൻ്റെ പുതിയ മെഴുകലുകളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ഓക്കെ ബൈ.